നമസ്തേ. ഉപനിഷത്തുകളെ പരിചയപ്പെടുക എന്ന ഈ യത്നത്തിൽ നാം ദശോപനിഷത്തുകളിലെ 7 ഉപനിഷത്തുകളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ദശോപനിഷത്തിൽ 3 എണ്ണമാണുള്ളത്. ഇതിനു പുറമെ നമ്മൾ ശ്വേത അശ്വതര ഉപനിഷത്തും കണ്ടു. അപ്പം 8 ഉപനിഷത്തുകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി 3 ഉപനിഷത്തുകളാണ്. ആകെ 11 ഉപനിഷത്തുകൾ നമ്മളുടെ പരിഗണനയ്ക്ക് എടുത്തതിൽ ബാക്കിയുള്ളത് 3 ഉപനിഷത്തുകളാണ്. ആ 3 ഉപനിഷത്തുകൾ അഥർവ വേദത്തിലെ ഉപനിഷത്തുകളാണ്. ഇവയൊക്കെ സ്വതന്ത്ര ഉപനിഷത്തുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സംഹിതയെന്നോ ബ്രാഹ്മണങ്ങളിൽ നിന്നോ ആരണ്യങ്ങളിൽ നിന്നോ എടുത്തിട്ടുള്ളതല്ല. സ്വതന്ത്ര ഉപനിഷത്തുകളാണ്. ഈ 3 ഉപനിഷത്തുകളും വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ അവയെ മുഖ്യ ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. അത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. പ്രധാനപ്പെട്ടതാണെങ്കിലും ഇത് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ്. ദശോപനിഷത്തുകളിൽ ഏറ്റവും ചെറുത് ഇതാണ്. 12 വാക്യങ്ങളെ ഇതിലുള്ളൂ. 12 വാക്യങ്ങളും 12 മന്ത്രങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം പദ്യരൂപത്തിലുള്ളതല്ല, ഗദ്യരൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വാക്യങ്ങൾ എന്ന് പറയുന്നു. ചാന്തോക്യ ഉപനിഷത്തിലും ബൃഹദാരണ്യോപനിഷത്തിലും ഒക്കെ നമ്മൾ കണ്ടത് വാക്യങ്ങൾ, ഗദ്യോപനിഷത്തുകളാണ് അവയെല്ലാം. ഗദ്യോപനിഷത്തിലുള്ളത് കുറച്ചുകൂടെ ആധികാരികത്വം നൽകുന്നൊരു കാര്യമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പം ഇപ്പം നമ്മൾ മാണ്ഡൂക്യ ഉപനിഷത്ത് കാണാൻ പോകുന്നു. മാണ്ഡൂക്യ ഉപനിഷത്ത് നാം അവതരിപ്പിക്കുന്നത് ഗഹനമായ ചില കാര്യങ്ങളാണ്. ഗഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ചാണ് മാണ്ഡൂക്യ ഉപനിഷത്ത് നമ്മളോട് പറയുന്നത്. ബോധത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ച് നമ്മൾ ബോധത്തിൻ്റെ മനസ്സിൻ്റെ പല നിലകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവർ കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, അങ്ങനെ 3 തരത്തിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ബോധം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു, അതാണ് പറയുന്നത്. ഇത് വളരെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തത്വചിന്തയായിട്ട് വളരെ സാമ്യമുള്ളതാണെന്ന് നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പം ഈ എല്ലാ ഉപനിഷത്തുകൾക്കും ആ വേദത്തിൻ്റെതായ ഒരു ശാന്തി മന്ത്രം ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഈ ഉപനിഷത്തിനുമുണ്ട് ഒരു ശാന്തി മന്ത്രം. ഈ ശാന്തി മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഇതുവരെ നമ്മൾ ഏതെങ്കിലും ഒരു ദേവനോടൊന്നും പ്രാർത്ഥിക്കുന്നതായിട്ടല്ല ശാന്തി മന്ത്രങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ദേവന്മാരോട് ഉള്ള പ്രാർത്ഥനയായിട്ടാണ് ഈ ശാന്തി മന്ത്രം വന്നിട്ടുള്ളത്. ശാന്തി മന്ത്രം ഞാനൊന്ന് ചൊല്ലാം. അത് ഈ മാണ്ഡൂക്യ ഉപനിഷത്തിലും മുണ്ടക ഉപനിഷത്തിലും ഇനി വരാനുള്ള പ്രശ്നോപനിഷത്തിലും ഇത് 3ലും ഈ 3ലും മൂന്നും അഥർവവേദത്തിൻ്റെ ഭാഗമാണ്. ഈ 3ലും ഒരേ ശാന്തി മന്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്: ഭദ്രം കർണേഭി ശൃണുയാമദേവാഃ, ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവംസസ്തനുഭിർ വ്യശേമ ദേവഹിതം യദായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ, സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ, സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമി, സ്വസ്തി നോ ബൃഹസ്പതിർ ദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ശാന്തി മന്ത്രം. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ, ഞങ്ങൾക്ക് ഈ ഹേ ദേവന്മാരെ, ഞങ്ങൾക്ക് ഭദ്രമായ കാര്യങ്ങൾ ഞങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കണ്ണുകൊണ്ട് ഭദ്രമായ കാര്യങ്ങൾ കാണുമാറാകട്ടെ. ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവംസസ്തനുഭിർ വ്യശേമ ദേവഹിതം യദായുഃ. ദേവഹിതം ആയുസിനനുസരിച്ച്, ആയുസ് എത്രത്തോളം ഉണ്ടോ അത്രയും കാലം ദേവന്മാരുടെ ഹിതം നിർവഹിക്കാൻ, ഞങ്ങളുടെ ശരീരം കൊണ്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഈ ഇത്രയും ഭാഗം
ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം, ഒരു ഋഗ്വേദ സൂക്തത്തിന്റെ ഭാഗമാണ് 1:89:8 ആണ് ആ ഋഗ്വേദത്തിൽ ആ മന്ത്രം കാണുന്നത്. ഇത്ര. ഇനി അടുത്ത രണ്ട് വരികൾ ഇതിന്റെ സ്വന്തമാണ്. സ്വസ്തിന ഇന്ദ്രോ വൃത്തസ്രവാഹ. വൃത്തസ്രവം ഒരുപാട് വേദങ്ങൾ ഒരുപാട് സ്തുതിക്കുന്ന, അല്ലെങ്കിൽ വേദങ്ങളാൽ ഒരുപാട് സ്തുതിക്കപ്പെടുന്ന ഇന്ദ്ര, ഞങ്ങൾക്ക് സ്വസ്തി നൽകണമേ. ഞങ്ങൾ അസ്ഥി, അതാണ് സ്വസ്തി, ഞങ്ങൾ നന്നായിട്ടിരിക്കട്ടെ എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്ന അർത്ഥം. അതുപോലെ സ്വസ്തിന പൂഷ വിശ്വവേദാഹ. പൂഷ എന്ന് പറഞ്ഞാൽ സൂര്യനോട് പറയും ഞങ്ങൾക്ക് സ്വസ്തി വിശ്വവേദാഹ, എല്ലാം അറിയാവുന്ന പൂഷ ഞങ്ങൾക്ക് സ്വസ്തി നൽകൂ. സ്വസ്തിന സ്ഥാക്ഷ്യോ അരിഷ്ടനേമിഹി. അരിഷ്ടതകളെ നീക്കുന്ന താക്ഷ്യ. താക്ഷ്യ എന്ന് പറയുന്നത് ഗരുഡൻ എന്നുള്ള അർത്ഥമാണ് പറയപ്പെടുന്നത്. പല ഈ സ്വർഗപക്ഷികൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നസ്താക്ഷ്യോ അരിഷ്ടനേമിഹി. അപ്പൊ അരിഷ്ടനേമിയായ താക്ഷ്യൻ ഞങ്ങൾക്ക് സ്വസ്തി തരട്ടെ. ബൃഹസ്പതി സ്വസ്തി ദധാതു. ബൃഹസ്പതി ഞങ്ങൾക്ക് സ്വസ്തി നൽകട്ടെ. ഇതാണ് ഈ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രം. ഇത് തന്നെ അടുത്ത രണ്ട് ഉപനിഷത്തുകളിലും നമുക്ക് കാണാം. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് വലിയ പ്രധാന സന്ദേശം എന്ന് പറഞ്ഞാൽ ബോധം, ആത്മ ചൈതന്യം എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് പ്രകടിതമാകുന്നത്, നമ്മുടെ ശരീരങ്ങളിൽ പ്രകടിതമാകുന്ന ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം തലങ്ങളിലാണ് എന്നുള്ളതാണ് ഈ ഉപനിഷത്തിൻ്റെ സന്ദേശം, പൊതുവായ സന്ദേശം. അത് 12 വാക്യങ്ങളെ ഉള്ളെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ വാക്യം നമുക്ക് നോക്കാം. ഓമിത്യേതദക്ഷരം ഇദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവ്യദിതി സർവമോങ്കാരയേവ യച്ഛാന്യത് ത്രികാലാതീതം തദപി ഓങ്കാരയേവ. ഇതാണ് ആദ്യത്തെ വാക്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓമിത്യേതദക്ഷരം ഇദം സർവം. ഈ കാണുന്നതെല്ലാം ഓം എന്ന ഏക അക്ഷരമാണ്, ഒരേ ഒരു അക്ഷരമാണ്. ഏതദക്ഷരം ഇതം. ഈ കാണുന്നതെല്ലാം ഓം എന്ന് പറയുന്ന അക്ഷരമാണ്. അവിടെ കൊണ്ട് നിർത്തുന്നില്ല, അതിനൊരു അഡീഷൻ കൂടി ചേർക്കുന്നുണ്ട്. ആ ആശയം അവിടെ കൊണ്ട് തിരുന്നത്. തസ്യ ഉപവ്യാഖ്യാനം. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപവ്യാഖ്യാനമാണ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, വ്യാഖ്യാനമാണ്. അതിന് എങ്ങനെയുള്ള വ്യാഖ്യാനം? മെറ്റീരിയൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഭൗതിക വ്യാഖ്യാനമാണ് ഈ കാണുന്ന ലോകം. അതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓം എന്ന് പറയുന്ന ആ അക്ഷരമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി കൂടെ ചേർക്കുകയാണ്. എന്താണ്? തസ്യ ഉപവ്യാഖ്യാനം. വേറെ ആൾക്കാർ ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഞാനത് ഓർക്കുന്നു. പക്ഷെ അതല്ല ഇതിൻ്റെ ശരിയായ അർത്ഥമെന്ന് അടുത്ത വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. തസ്യ ഉപവ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓം എന്ന അക്ഷരത്തിൻ്റെ ഭൗതിക പ്രകടനമാണ് ഈ ലോകം, ഈ പ്രപഞ്ചം, ഇവിടെ ഉള്ളതെല്ലാം. എന്നിട്ട് ഇവിടെ ഉള്ളതെല്ലാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഭൂതം ഭവത് ഭവിഷ്യദിതി സർവമോങ്കാരയവ. ഭൂത ഇവിടെ ഉള്ളത് ഇപ്പം കാണുന്നത് മാത്രമല്ല എന്നർത്ഥം. അപ്പം അതിൻ്റെ ഇതം സർവം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ബാക്കിയെല്ലാം പറയുന്നതാണ് പൊതുവേ ഉള്ളൊരു വ്യാഖ്യാനം. പക്ഷെ അത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതം സർവത്തിന് അത് ഇതെല്ലാം പെടത്തില്ല. ഇതം സർവം എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ വേറെയും കാര്യങ്ങളുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഭൂതം പണ്ട് കണ്ടത്, പണ്ടുണ്ടായിരുന്നത്, ഭവത് അതിപ്പോൾ ഉള്ളത്, ഭവിഷ്യദിതി ഭവിഷ്യതിന് വരാനിരിക്കുന്നതും, സർവം ഓങ്കാരയേവ സർവവും ഇതെല്ലാം സർവം ഓങ്കാരയേവ. ഓങ്കാരം എന്ന് പറഞ്ഞാൽ തസ്യ ഉപവ്യാഖ്യാനം. യച്ഛ അന്യ ത്രികാലാതീതം തദപി ഓങ്കാരയേവ. ഇത് കാലാതീതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കാലങ്ങൾക്കനുസരിച്ച് കാലത്തിന് വിധേയമാകുന്ന കാര്യങ്ങളല്ല, കാലാതീതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തദപി ഓങ്കാരേവ, അതും ഓങ്കാരമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതും ഓങ്കാരത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനമാണ്. പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ഭൗതിക വ്യാഖ്യാനമായിട്ട് വേണം കാണാൻ. ഇനി അടുത്ത രണ്ടാമത്തെ വാക്യത്തിൽ സർവം ഹി ഏതത് ബ്രഹ്മ.
അപ്പൊ സർവം ഹി ഏതത് ബ്രഹ്മ. ഏതാണ് ഏതത്? ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക വസ്തുക്കളോടുകൂടി നിൽക്കുന്ന, ഭൗതിക രൂപത്തിൽ നിൽക്കുന്ന ആത്മാവ്, അതാണ് ബ്രഹ്മം. സർവം ഹി ഏതത് ബ്രഹ്മ. സർവം ഹി ഏതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓങ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഓങ്കാരം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശബ്ദ പ്രതീകമാണ്. ഓങ്കാരം എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ്. ഓങ്കാരം ആത്മാവിന്റെ ഭൗതിക വ്യാഖ്യാനമായ ഈ സർവതും, സർവം ഹി ഏതത് ബ്രഹ്മ. അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. ഏതാത്മാവാണ് ബ്രഹ്മമാകുന്നത് എന്ന് അതായത് ഈ ഭൗതിക വ്യാഖ്യാനത്തോട്, ഭൗതിക രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ആത്മാവ് ബ്രഹ്മമാകുന്നു. ഭൗതികതയെല്ലാം പോയി കഴിഞ്ഞാലോ അത് ശുദ്ധമായ ബ്രഹ്മം തന്നെ, ശുദ്ധമായ ആത്മാവ് തന്നെയാവുന്നു. അതാണ് ഈ ഉപനിഷത്തിന്റെ അവസാനം പറയുന്നത്, പ്രപഞ്ചോപശമം. അതാണ് ആത്മാവ്. ഈ പ്രപഞ്ചമെല്ലാം അസ്തമിച്ചാൽ പിന്നെ ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? അതാണ് ആത്മാവ്. അതാണ് ശിവം ആയിട്ടുള്ളത്, അദ്വൈതമായിട്ടുള്ളത്, ആനന്ദമായിട്ടുള്ളത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള, തികച്ചും സമ്പൂർണമായിട്ടുള്ള ആത്മാവ് എന്ന് പറയുന്നത് അതാണ്. അതിവിടെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഏതാണ്? ഭൗതിക വ്യാഖ്യാനത്തോടു കൂടി നിൽക്കുന്ന ആത്മാവാണ് ബ്രഹ്മം. ഈ ആത്മാവ് അതാണ് ബ്രഹ്മം എന്നും എടുത്തു പറയാണ്. സോ അയം ആത്മാ ചതുഷ്പാദ്. ഈ ആത്മാവിന് 4 പാദങ്ങളുണ്ട്. 4ആയിട്ട് വിഭജിച്ചാണ്, അല്ല 4 രീതിയിൽ, അത് 4 അവസ്ഥകളുണ്ട് എന്ന് നമുക്ക് പറയാം. 4 പാദങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് 4 പാദങ്ങൾ? ഒന്ന്, അതായത് ഇത് ആത്മാവിൻ്റെ തത്വം ഈ ഭൗതിക ആത്മചൈതന്യം ഈ ഭൗതിക വസ്തുക്കളിൽ പ്രകടമാകുന്നത്, അതിലെ ജീവനുള്ള മനുഷ്യരിൽ പ്രകടമാകുന്ന കാര്യം നമുക്കെടുക്കാം. മനുഷ്യരിൽ പ്രകടമാകുന്നത് 4 വിധത്തിലാണ്. ഒന്ന് ജാഗ്രത അവസ്ഥയിൽ. ജാഗ്രത അവസ്ഥയാണ് ഒന്ന്. അതിന് വൈശ്വാനരൻ എന്നാണ് പറയുന്നത്. ജാഗ്രത അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ജനലുകളെല്ലാം തുറന്നു വെച്ചിരിക്കുന്ന പോലെ എപ്പം കാറ്റും വെളിച്ചവും എല്ലാം ഇഷ്ടം പോലെ കടന്നു വരും. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ജനലും വാതിലുകളും ഒക്കെ ആയിട്ടുള്ള കണ്ണുകളും കാതുകളും എല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പം ഈ അനുഭവങ്ങൾ നമ്മൾ അതേപോലെ സ്ഥൂല രൂപത്തിൽ അനുഭവിക്കും. അതാണ് ഈ ജാഗ്രത സ്ഥാനത്തിൻ്റെ ഉണർന്നിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകത. ഉണർന്നിരിക്കുക, അതായത് ബോധം പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേയുള്ള ലോകവുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ജാഗ്രത സ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ പേര് വൈശ്വാനരൻ എന്നാണ്. അത് സ്ഥൂലഭുക്ക് എന്നാണ് പറയുന്നത്. സ്ഥൂലമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്ന് വെച്ചപ്പം നമ്മൾ വെയിൽ കാണുന്നു, വെയിൽ തന്നെ കാണുന്നത്. മരത്തെ കാണുന്നു, അത് അതുപോലെ തന്നെ കാണുന്നു. വേറെ അതിൻ്റെ നിഴലോ അങ്ങനെയുള്ളതൊന്നും അല്ല. അപ്പം അതാണ് സ്ഥൂലഭുക്ക് എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെ നമ്മൾ ഈ കാഴ്ച, ഈ അനുഭവം കിട്ടുന്നതിന് നമുക്ക് 7 അംഗങ്ങളുണ്ട്. ആ 7 അംഗങ്ങളിലായിട്ട് 19 മുഖങ്ങളുണ്ട്. ഈ 19 മുഖങ്ങളിൽ കൂടിയാണ് നമുക്ക് ഈ അനുഭവങ്ങൾ അനുഭവവേദ്യമാകുന്നത്. എങ്ങനെയാണ്? ഏതൊക്കെയാണ് ആ 7 അംഗങ്ങൾ? 7 അംഗങ്ങളില്ല, 7 അംഗങ്ങളുണ്ട്. അതിനെല്ലാം കൂടെ ചേർന്ന് 19 മുഖങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? അതിവിടെ നമുക്ക് നോക്കാം. സപ്താംഗങ്ങളുണ്ട്. ഏകോനവിംശതി മുഖ, 19 മുഖങ്ങളുമുണ്ട്. അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അന്ധക്കരണങ്ങൾ 4, അതുപോലെ സെൻസ് ഓർഗൻസ്, അതായത് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ബോധം 1, പ്രാണങ്ങൾ 5 പ്രാണങ്ങളുണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓബ്ജക്ട്സ് അതുകൊണ്ട് 5 എണ്ണം. പിന്നെ ഭൂതാസ്, പഞ്ചഭൂതങ്ങൾ. ഇതൊക്കെ പഞ്ചഭൂതങ്ങൾ. ഇതിന് ഓരോ ഐറ്റമായിട്ടാണ് 7 അംഗങ്ങൾ എണ്ണുന്നത്. പഞ്ചഭൂതങ്ങൾ ഒരൈറ്റം, അപ്പോൾ അത് ഒരംഗമായി. അതുപോലെ തന്നെ സെൻസ് ഓബ്ജക്ട്സ് അത് ഒരൈറ്റമായി. 2 പ്രാണം, 3 കോൺഷ്യസ്നെസ്, ബോധം, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 6,
അന്ധക്കരണങ്ങൾ 7. അങ്ങനെ 7 അംഗങ്ങളാണുള്ളത്. ഈ 7 അംഗങ്ങളിലായിട്ടാണ് നമുക്ക് 19 മുഖങ്ങളുള്ളത്. മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വെളിയിൽ കാണുന്ന വസ്തുക്കളെ നമ്മൾ അനുഭവിക്കുന്നതിനുള്ള കവാടങ്ങൾ, അതാണ് മുഖങ്ങൾ എന്ന് പറയുന്നത്. ആ കവാടങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കവാടങ്ങളുണ്ട്? 2 കണ്ണുണ്ട്, 2 നാസാദ്വാരങ്ങളുണ്ട്, 2 ചെവിയുണ്ട്. അപ്പോൾ എത്രയായി? 6. 7 നാക്കുണ്ട്, 8 ത്വക്കുണ്ട്, തൊലി. അങ്ങനെ 8 എണ്ണമാണ് നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളിൽ വരുന്ന കവാടങ്ങൾ. അതേസമയം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിൽ 7 കവാടങ്ങൾ, 7 അനുഭവം അല്ലെങ്കിൽ അനുഭവിപ്പിക്കുന്ന അറ്റങ്ങളാണുള്ളത്. അതിന് കവാടങ്ങൾ, മുഖങ്ങൾ എന്ന് പറയുന്നത് 7. ഏതൊക്കെയാണ്? വാക്ക്, 2 ഹാൻഡ്സ്, 2 കൈകൾ, 2 കാലുകൾ, പിന്നെ വാക്ക്. അപ്പോൾ എത്രയായി? 5ആയി. 2 എണ്ണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വിസർജനത്തിനുള്ള ഒരു എണ്ണം, പിന്നെ അതുപോലെ തന്നെ ജനനേന്ദ്രിയം. അപ്പം അങ്ങനെ 7 എണ്ണമാണ്. അപ്പം 7ഉം 8ഉം 15ആയി. അതിൻ്റെ കൂടെ 4 അന്ധക്കരണങ്ങൾ കൂട്ടിയാൽ 19 മുഖങ്ങൾ. ഈ 19 മുഖങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അനുഭവങ്ങളും നമ്മൾ നേടുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ഈ 19 മുഖങ്ങളിലൂടെയാണ്. അതാണ്. അപ്പം ആദ്യത്തെ സ്റ്റേജ്, ആദ്യത്തെ അവസ്ഥ എന്താണ്? ജാഗ്രത സ്ഥാനമാണ്. ഉറക്കമില്ല, അല്ല ഉണർന്നിരിക്കുകയാണ്, ജാഗ്രതായ അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് വൈശ്വാനരൻ എന്നാണ്. ആ അവസ്ഥയിൽ 7 അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 7 അംഗങ്ങളിലെ 19 മുഖങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെയാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത്. അത് സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇനി സ്ഥൂലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യം പ്രവിഭിക്ത ഭുക്ക് എന്ന് വെച്ചാൽ അത് ശരിക്കും ആ വസ്തുക്കളെ അല്ല, അതിൻ്റെ ഓർമ്മകളെ, അതിൻ്റെ ഇമേജുകളെയാണ് ആസ്വദിക്കുക. അത് അടുത്തതിലാണ് സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിലും ഇതേ, സ്വപ്നാവസ്ഥയ്ക്ക് പറയുന്ന പേര് തൈജസം എന്നാണ്. സ്വപ്നാവസ്ഥയിലും ഇതേ അംഗങ്ങളും അതുപോലെ തന്നെ മുഖങ്ങളുമുണ്ട്. 19 മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളും അംഗങ്ങളും എല്ലാം, ആ അംഗങ്ങളിലെ മുഖങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ള വസ്തുക്കളെ അല്ല. അതാണ് സ്ഥൂല ബുക്ക് അല്ലെന്ന് പറയുന്നത്. സൂക്ഷ്മ ബുക്കാണ്. അതായത് പ്രവിവിക്ത ബുക്ക്, വ്യത്യസ്തപ്പെട്ടത് അല്ലെങ്കിൽ വിവിക്തമായത്. അങ്ങനെ ഉള്ള വസ്തുക്കളെ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ സ്വപ്നത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളെല്ലാം കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, നമുക്ക് മണം കിട്ടും, നമ്മൾ സംസാരിക്കും ഉറക്കത്തിൽ. പക്ഷെ അതൊന്നും ആക്ച്വലായിട്ടുള്ള സംഗതികളല്ല. സംസാരിക്കും, നമ്മൾ സംസാരിക്കും, ശബ്ദം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ശരിയായ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവം ലൈവായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ല. അനുഭവിച്ചതിൻ്റെ ഒരു റീമേക്കാണ് നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നത്, സ്വപ്നത്തിൽ കാണുന്നത് നമ്മൾ. അതുകൊണ്ടാണ് അതിന് പ്രവിവിക്ത ഭുക്ക് എന്നാണ് പറയുന്നത്. തൈജസം എന്നാണ് എൻ്റെ പേര്. അത് സ്വപ്ന അവസ്ഥയാണ്. ഇനി അടുത്ത സുഷിപ്ത അവസ്ഥ. സ്വപ്നം കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം ഷട്ട് ഡൗൺ ചെയ്യും. അപ്പം നമുക്ക് ഒരു സ്വപ്നവുമില്ല, ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്താണ്? നമ്മൾ വളരെ ആനന്ദം അനുഭവിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, ഒന്നും ചിന്തിക്കാനില്ല, കാമങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ കീഴ്പ്പെടുവോ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ കരയുകയോ അതുപോലെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഉറക്കത്തിൽ ഗാഠമായിട്ടുള്ള നിദ്രയിലേക്ക് പോവുകയാണ്. സുഷുപ്തി എന്ന് പറയുന്ന അതാണ്, സുഷുപ്ത സ്ഥാനമാണത്. അപ്പം അവിടെ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്? ആനന്ദമാണ്. അപ്പം ബാക്കിയൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ആനന്ദ ഭുക്കായിരിക്കുന്ന ആനന്ദമയമായിട്ടുള്ള ഈ അവസ്ഥയാണത്. അതിനകത്ത് നമുക്ക് ഇപ്പം ഒരു വസ്തുവിൻ്റെ സൗന്ദര്യമൊന്നുമല്ല നമ്മൾ സൗന്ദര്യം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് അനുഭവിക്കാം. അതായത് ഞാനുണ്ട് എന്നൊറ്റ ഭാവമേ അതിനകത്തുള്ളൂ. അപ്പം നമ്മളുടെ ബാക്കിയുള്ള 2 അവസ്ഥകളിലെയും അനുഭവങ്ങളുടെ ഒരു ഘനീഭാവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ 3ാമത്തെ അവസ്ഥയായിട്ടുള്ള സുഷുപ്ത അവസ്ഥ. സുഷുപ്ത അവസ്ഥയിൽ നമുക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബോധമുണ്ട്, ഞാനുണ്ട് എന്നൊരു ബോധമുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണർന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് അവിടെ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് വേറെ ബാഹ്യമായിട്ടുള്ളതോ ആന്തരികമായിട്ടുള്ളതോ അനുഭവങ്ങളില്ല. അതാണ് ഈ സുഷുപ്ത അവസ്ഥയുടെ ഒരു പ്രത്യേകത. ആകെ കൂടെ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ അനുഭവിക്കുന്നു. ആനന്ദത്തെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അത് ബോധം കൊണ്ടാണ്, ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അല്ല. ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ജാഗ്രത അവസ്ഥയിലാണ്, അതായത് വൈശ്വാനര അവസ്ഥയിലാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ നേരിട്ട് അനുഭവിക്കുന്നത്, സുഖം അനുഭവിക്കുന്നത്. അവയെ കൊണ്ട് സുഖം അനുഭവിക്കുന്നത്. നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് ഭയങ്കര സുഖമാണ്. അപ്പോൾ അതിൽ നല്ല ഗന്ധം കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല സുഖം കിട്ടും, ആനന്ദം കിട്ടും. പക്ഷെ ഇവിടെ ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതൊന്നും നേരിട്ട് അനുഭവിച്ചിട്ടല്ല. ആനന്ദാവസ്ഥയിൽ ഇതൊന്നും ഇല്ലാതെ ബോധം കൊണ്ട് മാത്രം നമ്മൾ ഇതിനെയൊക്കെ അനുഭവിക്കുകയാണ്. അതിന് ഈ അനുഭവങ്ങളെല്ലാം നമ്മൾക്ക് ഉള്ളിൽ ഈ അനുഭവങ്ങളുടെ ഈ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി ആനന്ദം എന്നൊരൊറ്റ അവസ്ഥയാണ് വരുന്നത്. അതാണ് അത് പ്രജ്ഞാന ഘനം എന്ന് പറയുന്നത്. ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ആനന്ദം അനുഭവിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, നല്ല ഗന്ധം കിട്ടുന്നതിൻ്റെ, നല്ല കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒന്നും ആനന്ദമല്ല. ഈ വ്യതിരിക്തത, ഈ ഐഡന്റിറ്റികളെല്ലാം പോയിട്ട് ഐഡന്റിറ്റി ഒന്നുമില്ല, വസ്തുക്കളൊന്നുമില്ല, ഈ ഗുണം മാത്രമുണ്ട്. ആനന്ദം എന്നുള്ള ഒരൊറ്റ അവസ്ഥ മാത്രമുണ്ട്. ആ അവസ്ഥ അതാണ് സുഷുപ്താവസ്ഥ. സുഷുപ്തി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഗാഠനിദ്രയിലാകുന്ന അവസ്ഥയ്ക്ക് പ്രാജ്ഞ എന്നാണ്, പ്രാജ്ഞ അവസ്ഥ. അതാണ് അതിനകത്തുള്ള മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം 3 അവസ്ഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഈ ജാഗ്രത അവസ്ഥ, അത് വൈശ്വാനരൻ, പിന്നെ സ്വപ്നാവസ്ഥ, തൈജസ്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രാജ്ഞൻ എന്ന് പറയാൻ വേണമെങ്കിൽ പ്രാജ്ഞ അവസ്ഥ. അതെന്നുവെച്ചാൽ ഒരറിവ് മാത്രമേ ഉണ്ട്, അത്ര തന്നെ. എല്ലാം ഏകീഭൂതമായിട്ടുള്ള ഒരറിവ് മാത്രമുണ്ട്, എല്ലാ അനുഭവങ്ങളുടെയും ഏകീഭൂതമായിട്ടുള്ള ഒരു ഭാവം. അതിനാണ് പ്രജ്ഞാന ഘനം എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് അറിയാം, പക്ഷെ അത് വേർതിരിച്ചറിയത്തില്ല. ഇത് ഇന്നതിൻ്റെയാണ്, ഇത് ഇന്ന പൂവിൻ്റെ മണമാണ്, അല്ലെങ്കിൽ ഇന്ന ആഹാരത്തിൻ്റെ രുചിയാണ്, അങ്ങനെയൊന്നും അറിയത്തില്ല. അതെല്ലാം ചേർന്നിട്ട് ഇതിൻ്റെ എല്ലാം ആദ്യം എവിടെയാണ്? ആദ്യം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ആനന്ദത്തിൽ നിന്നാണ് നമ്മൾ വിപരീത അനുഭവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പം ആനന്ദത്തിൽ നിന്ന് സുഖവും ദുഃഖവും വരുന്നു. അതുപോലെ തന്നെ ആനന്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ അതുപോലെ ദുർഗന്ധം വരുന്നു, സുഗന്ധം വരുന്നു. അപ്പം അങ്ങനെ വേർതിരിഞ്ഞു വരുന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ ആനന്ദമാണ് നമ്മളുടെ മനസ്സിൽ നിറയുക. ആ ആനന്ദമാണ് സുഷുപ്താവസ്ഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ അന്നേരം വേദനിപ്പിക്കുന്നതോ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായ യാതൊന്നുമില്ല. പക്ഷെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാനെന്നൊരു ഭാവമുണ്ട്. അതാണ് പുരുഷൻ. കേവലമായ പുരുഷനാണ് നമ്മൾ അപ്പോൾ. ആ അവസ്ഥയാണ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് പ്രകൃതിയുടെ ഒരു അംശം കൂടെ അപ്പോഴുമുണ്ട്. ഈ പുരുഷന് നമ്മൾ പറയുന്ന പേരാണ്, അതാണ് ഈശ്വരൻ. ഈ ഭൗതിക ശരീരത്തോടു കൂടി ഇരിക്കുന്ന ഈ പുരുഷനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് ആത്മാവ് തന്നെയാണ്. ആത്മാവാണ് ഈശ്വരൻ എന്ന് ഉപനിഷത്തുകളെല്ലാം പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ആത്മാവ് പുരുഷന്റെ രൂപത്തിലിരിക്കുകയാണ്, പുരുഷവിധനായിട്ടിരിക്കുകയാണ്. അതാണ് ഈശ്വരൻ, സർവേശ്വരനാണ്. അതുപോലെ തന്നെ എല്ലാം അറിയാവുന്നവനാണ്. കാരണം എല്ലാ അറിവുകളുടെ പ്രജ്ഞാന ഘനമാണ് ഈ പുരുഷൻ. അതുപോലെ തന്നെ ഉള്ളിലിരുന്ന് നമ്മളെ നയിക്കുന്നത്, ഉള്ളിലിരിപ്പുണ്ട്, ഉണർന്നിരിപ്പുണ്ട്. അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ വലിയ ഗാഠനിദ്രയെ പോലും നമ്മൾ തട്ടിയാൽ ഉണരും. വലിയ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉണരും. അപ്പോൾ ഒരു എക്സ്ട്രിമിറ്റീസ് വരുമ്പോൾ നമ്മൾ ഉണരും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ആ ബോധം ഉണ്ട്, നമ്മൾ മരിച്ചു പോയിട്ടൊന്നും ഇല്ലെന്ന് അർത്ഥം. ഇതാണ് ഈ പുരുഷനിൽ നിന്നാണല്ലോ നമ്മൾ പല ഉപനിഷത്തിലും പഠിച്ചിട്ടുണ്ട്. ഈ പുരുഷനിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായി വന്നത്, എല്ലാ ഭൂതങ്ങളും ഉണ്ടായി വന്നതെന്ന് നമ്മൾ ഈ ഉപനിഷത്തുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബൃഹദാരണ്യോപനിഷത്ത് 1:4-7 പറയുന്നതാണ്, പുരുഷനായിട്ടാണ് ആദ്യം ആത്മാവ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെ പ്രകൃതി. എന്നുവെച്ചാൽ പുരുഷനാകുന്ന എപ്പോഴാണ്? പ്രകൃതി, അതായത് ഈ ഭൗതിക അംശത്തെ ഉദ്ദീപിപ്പിച്ച് നിർത്തുമ്പോഴാണ്. അതാണ് പുരുഷൻ എന്നുള്ള അവസ്ഥ. അങ്ങനെയാണ് പിന്നെ അതിൽ നിന്ന് അവ്യാകൃതമായിരുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടു വന്നു, വ്യാകൃതമായി വന്നു.
അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഉണ്ടായി വന്നു എന്നാണ് അവിടെ പറയുന്നത്. അതിനെ ഞാൻ ആ ഉപനിഷത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അടുത്ത അവസ്ഥ, ഇത് ഈ സുഷുപ്താവസ്ഥയും കഴിഞ്ഞിട്ട് അടുത്ത അവസ്ഥ എന്താണ്? ഇത് അകവും പുറവും ഒന്നുമില്ല, എങ്ങും ഒരു അറിവില്ല. ഞാൻ അന്ധപ്രജ്ഞം, അകത്തും പ്രജ്ഞയില്ല പുറത്തും പ്രജ്ഞയില്ല. ഇത് നമ്മളൊന്നും അറിയുന്നില്ല, അകത്തും അറിയുന്നില്ല. സ്വപ്നാവസ്ഥയിലാണ് അകത്തറിയുന്നത്, പുറത്തും അറിയുന്നില്ല. അത് ജാഗ്രത അവസ്ഥയിൽ അതൊന്നുമില്ല. ഇത് രണ്ടും ചേർന്ന് ഒന്നുമില്ല, പ്രജ്ഞാനഘനവുമില്ല. കാരണം ഞാനെന്ന അറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. അദൃഷ്ടം, അത് കാണാൻ പറ്റാത്ത ഒന്നിനെയും ആ ഒരവസ്ഥ എന്താണ്? ആ അവസ്ഥയെ, ആ ശക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവ്യവഹാര്യം, അതിങ്ങനെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റത്തില്ല. അവ്യവഹാര്യം, അഗ്രാഹ്യം, അതിനെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അഗ്രാഹ്യമാണ്, അതിന് പിടിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. ആ ലക്ഷണം, പ്രത്യേകിച്ച് ലക്ഷണമൊന്നുമില്ല. ഇതൊക്കെയുള്ള ആളാണ്, അത് നല്ല തിളങ്ങുന്ന കണ്ണുകൾ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ലക്ഷണം, അലക്ഷണം, അചിന്യം, അവ്യപദേശ്യം, അതായത് ഇതാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് എല്ലാ ബോധതലങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. ഈ 3 ബോധതലങ്ങളെ നമ്മൾ കണ്ടു. ആ 3 തലങ്ങളും ഒന്നിച്ചു ചേർന്ന ഒരു അവസ്ഥ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ പ്രപഞ്ച ഉപശമമായ അവസ്ഥയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രപഞ്ച ഉപശമം. ഈ 3 സ്വപ്നാവസ്ഥയിലായാലും അതുപോലെ തന്നെ ജാഗ്രത അവസ്ഥയിലായാലും സ്വപ്നാവസ്ഥയിലായാലും സുഷുപ്താവസ്ഥയിലും അവിടെ ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. സുഷുപ്താവസ്ഥയിൽ പോലും ഞാനുണ്ട് എന്നൊരു ബോധമുള്ളിലുണ്ട്. ഇത് പ്രപഞ്ച ഉപശമം, പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാകുന്നു, എല്ലാം അസ്തമിക്കുന്നു. എന്നിട്ട് അവിടെ ശേഷിക്കുന്നത് എന്താണോ അതാണ് ശുദ്ധമായ ആത്മാവ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നത് പ്രപഞ്ചം ഇല്ല, പ്രപഞ്ചം അവസാനിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദം മാത്രമാണ്. ഉണ്ട് എന്നൊരവസ്ഥ, അതുപോലെ ആ ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ അതിനോട് ചേർന്ന് ബോധമുണ്ട്, അതിനുള്ളിൽ ആനന്ദവും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്, ഉപവ്യാഖ്യാനമാണ് ഈ പ്രപഞ്ചം, ഇവിടെ ഉള്ളതെല്ലാം. അതാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞത്. ഓങ്കാരത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനമാണ് ഇവിടെ ഉള്ളതെല്ലാം. എല്ലാം ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഉണ്ടാകുന്ന എല്ലാം അത് തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പം അതാണ് അങ്ങനെ പ്രപഞ്ച ഉപശമമായ, പ്രപഞ്ചം അവസാനിക്കുന്ന ആ ചൈതന്യമാണ് ആത്മാവ്. അതിനെ അറിയണം. അതാണ് 4-ാമത്തെ അവസ്ഥ, ബോധാവസ്ഥ എന്ന് പറഞ്ഞാൽ പരമമായ ബോധാവസ്ഥയാണ്. അത് തുരീയം. ഇനി ഇത് 7-ാമത്തെ മന്ത്രമാണ്. ഇനി 5 മന്ത്രങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഈ 8-ാമത്തെ വാക്യം തുടങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഓരോ പാദങ്ങളും നമ്മളിപ്പം പറഞ്ഞു, ചതുഷ്പാദമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ആ ചതുഷ്പാദത്തിൽ നമ്മൾ ആദ്യം കണ്ട ജാഗ്രത സ്ഥാനമാണ്. ഈ ആദ്യത്തെ 3 സ്ഥാനങ്ങൾ, ജാഗ്രത സ്ഥാനം, സ്വപ്നസ്ഥാനം, സുഷുപ്ത സ്ഥാനം, ഈ ഓരോന്നിനും ഒരക്ഷരം, ഓരോ ശബ്ദത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓങ്കാരം എന്നാണല്ലോ, ഓങ്കാരത്തിന്റെ വിഭജനമാണ് ഈ പറയുന്നതെല്ലാം. ഓങ്കാരത്തിൽ ഓങ്കാരം എന്ന് പറഞ്ഞാൽ ആ ഉ ഉം, ആ പിന്നെ ഉ പിന്നെ മ്, ഇത് 3 കൂടെ ചേർന്നാണ്, ഈ ശബ്ദം 3 കൂടെ ചേർന്നാണ്, അത് ഒന്നിച്ച് ചേർന്നാണ് ഓം. അതാണ് ആത്മ. ഒന്നിച്ച് ചേർന്ന് ബാക്കിയുള്ളതെല്ലാം പോയി. ഒന്നിച്ച് ചേർന്നപ്പം ഈ 3 അവസ്ഥകൾ അസ്തമിച്ചു. 3 അവസ്ഥകൾക്കും അതീതമായിട്ടുള്ള ഏകമായ ഒരു അവസ്ഥയുണ്ടായി. അതാണ് ഓം, അതാണ് ആത്മാവ്. അപ്പൊ അങ്ങനെ ഇതിനെ പിരിച്ചിട്ട് ഈ ഓരോ അവസ്ഥയായിട്ട് കാണുകയാണ്. മാത്ര, ആ എന്ന് ഒരു മാത്ര, 3 മാത്രകളായിട്ടാണ് ഇത് പറയുന്നത്. ആ എന്ന് പറയുന്നത് ഒരു മാത്ര, പിന്നെ ഉ എന്ന് പറയുന്നത് വേറൊരു മാത്ര, മു എന്ന് പറയുന്നത് വേറൊരു മാത്ര. അങ്ങനെ മാത്രകൾ, ഈ 3 മാത്രകളും ചേർന്നിട്ടാണ്. 4 മാത്രകൾ ഉണ്ട്. 4 മാത്രകൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണം കൂടെ ഒന്നിച്ച് ചേർന്നതാണ് 4-ാമത്തെ. അതിനകത്ത് മാത്രകളില്ല. അപ്പൊ ഇത് ആദ്യത്തേതാണ് 3 ആ ഉ മുൻ എന്ന മാത്ര, 3 മാത്രകളാണുള്ളത്. അത് ഈ
ആ മൂന്നിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതിനെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളൊക്കെ പറയുന്നത്. നമുക്ക് അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇനി അവസാനം ഈ മാത്രകളില്ലാത്ത അമാത്രമായിട്ടുള്ള അമാത്ര ചതുർത്ഥോ, ആ നാലാമത്തെ എന്താണ്? മാത്രകളില്ല, എല്ലാം ഒന്നിച്ചു ചേർന്നു, അത് ഓം ആയി. അതാണ് നേരത്തെ പറഞ്ഞ 7-ാം വാക്യത്തിൽ പറഞ്ഞ അവ്യവഹാര്യം. നമുക്കതിനെക്കുറിച്ച് വിവരിക്കാനൊന്നും പറ്റത്തില്ല. പ്രപഞ്ചോപശമം, അതാണ് പ്രപഞ്ചോപശമമായിട്ടുള്ളത്. ശിവവും അദ്വൈതവുമാണ്. അതാണ് ഓങ്കാരം, അതാണ് ആത്മാവ്. ഇതാണ് ഇവിടെ അവസാനം പറഞ്ഞ് നിർത്തുന്നത്. ഇങ്ങനെയാണ് ഇതിനെ അങ്ങനെ ഈ ആത്മാവിനെ അറിയുന്നവൻ അവൻ ആത്മാവിനെ തന്നെ പ്രാപിക്കും എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉപനിഷത്ത് അവസാനിക്കുകയാണ്. ശാന്തി മന്ത്രം വീണ്ടും ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഒരു ഏകദേശ ജ്ഞാനം ഈ മാണ്ഡൂക്യ ഉപനിഷത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.